ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഈ CB ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ 1.21.1 വേർഷൻ. കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ക്യാമറയൊന്ന് ഫസ്റ്റ് പേഴ്സൺ ആയിക്കോട്ടെ. ഇവിടെ വീഡിയോ ഇറ്റ്സ് ഹിയർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ. ഓ മൈ ഗോഡ്. ഓക്കെ, സെറ്റ്. നമ്മളിനിയിപ്പോൾ നമ്മുടെ വേൾഡ് കളിയായിരിക്കും. ഫുള്ളോട് കളി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈശ്വരാ വേൾഡ് കുറേ സമയം പോസ് നമ്മളെ തേർഡ് ഫ്രണ്ട് പോസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ കുറേ സമയം നയിക്കാവുന്ന എനിക്ക് തോന്നുന്ന കുറേ സമയം ഇതിനോട് ചിലവാക്കി. എന്തായാലും ഞാൻ വേഗം ടോക്ക് മരം വേഗം ഒന്ന് ചറവാണ്. ഞാൻ കുറച്ച് ഓക്ക് മരം കളക്ട് ചെയ്തിട്ട് നിങ്ങളിനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം തന്നെ മതി. ഇനി നമുക്ക് പ്ലാങ്ക് കളക്ട് ചെയ്യാം. മാക്സിമം പ്ലാങ്ക് അങ്ങ് ഉണ്ടാക്കുക. കൺസ്ട്രക്ഷൻ നമുക്ക് ഓക്ക് പ്ലാങ്ക്സിൻ്റെ അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയെന്നാ തോന്നണേ. ഒന്ന് വേഗം അവൻ്റെ പ്ലാങ്കേ. നമുക്കൊരു സ്റ്റിക്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ നമ്മൾ ഡ്രോണൊക്കെ വെക്കുന്നു. ഗൈസ് ഓടിക്കോ രാമ. നമ്മളെ ഡ്രോൺ കുറച്ച് നമ്മൾ കുറച്ച് ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് സേഫ്. ഇവിടെ റൂയിൻ്റെ ബോട്ടിൽ ഉണ്ട്. എല്ലാം ഓക്കെ. ഒരു ഫ്ലിൻറ്റ് ഒക്സിജൻ, ഫയർ ചാർജ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇത് കളക്ട് ചെയ്യാം. അതായത് കുറച്ച് അയൺ നെഗറ്റീവ് നമുക്ക് ഇൻവെസ്റ്റ് ആക്കാൻ കഴിയും. വില്ലേജ് ലക്കിനൊക്കെ പറഞ്ഞത് ഇതാണ്. ഓ മൈ ഗോഡ്, രാത്രിയാണ്. വില്ലേജ് കിട്ടി. സ്പീഡ്. വില്ലേജ് ഫൈനലി നമ്മളെ ഒരുത്തരം അവിടെ കിടന്നുറങ്ങുന്നു. നമ്മളെ ലക്ക്. എൻ്റെ പൊന്നോ, ഏതാണോ ഈ സീഡ്? നല്ല വണ്ടി. അതും സ്മിത്തിൻ്റെ വീട്, ബ്ലാക്ക് സ്മിത്ത്. എന്താ പൊന്നോ, നമ്മളെ പോലെയല്ല. ഗ്രീൻ സോണൊക്കെ ഉണ്ടല്ലേ. കോപ്പർ സ്പിയറാണ്. ഓ മൈ ഗോഡ്, ഓക്കെ. നമുക്ക് ക്രാഫ്റ്റിംഗ് ഞാനൊരു അപ്ഡേറ്റ് ചെയ്യ. 8 സെക്കൻഡ്. ഞാൻ കുറേ സമയം അവിടെ തപ്പി കിടന്ന്
ഫുഡ് കിട്ടി 25 ഇന്നത്തേക്ക് സർവൈവ് ചെയ്യാൻ ബ്രെഡും കിട്ടി 25 ക്യാരറ്റും കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുണ്ടാക്കാം? നമുക്ക് ടൂൾസ് ആദ്യം കിടക്കുന്നില്ല. ഇതെല്ലാം എന്താ ഒരു പിക്കാക്സ് ആക്കി ഒരു പിക്കാക്സും കൂടി ആക്കി മിനിറ്റില്ലേ ഒരു സ്റ്റിക്കാക്കി and again one pickaxe and X. Okay, shovel കൂടി ആക്കല്ലേ സേഫ്. ഈ ഒരു എക്യുപ്മെന്റ് ചിക്കൻ ഒരു ഷവലാക്കി ധാരാളം സോഡ് എൻ്റെ അമ്മ ഇപ്പം പോയേ. ഇനി നമ്മൾ നേരത്തെ ഒരു ചെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്തൊഴാക്കും സാപ്ലിങ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ വെക്കാം. എൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ആർമറിയാൻ കിട്ടത്തില്ലായിട്ടില്ല. ഇത് കുറേ നെഗറ്റീവുണ്ടല്ലോ. നമുക്ക് ഇത്ര നെഗറ്റീവ് ഉണ്ട്. ഒരു അയ്യണിയും കെട്ടുണ്ടാക്കാം. ഇതാ വന്നു 2 അയണിങ് കറ്റ്. ഇതാ നമുക്ക് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഞാനൊന്ന് എൻ്റെ ചെസ്റ്റിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ കളിക്കാലത്തേക്കൊന്ന് ഷോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എല്ലാം ഗ്രാഫിക്ക് വെച്ചപ്പോൾ പിന്നെ 2 പേര് 12 പേര് അങ്ങോട്ടാണോ സൂര്യാസ്തമിക്കണേ? അയ്യോ, ഇവിടെ ഇഷ്ടം പോലെ ഹേവരുണ്ടായല്ലോ. പക്ഷെ പിന്നെ ആക്കാം. മടി ഇവിടെ ഒരു കേവ് ഉണ്ട്. പിന്നെ വന്നിട്ട് ആ കേവ് എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ലക്ഷ്യം സ്റ്റോൺ കളിക്കാൻ. ഞാൻ സോറി, ഞാനൊന്നും പറയുന്നില്ല. കാണുമ്പോൾ അയണ്ടോ പോലില്ല. എൻ്റെ സ്റ്റോൺ വുഡൻ പിക്കാക്സിനെ കൊണ്ട് ഇത്ര സിമ്പിളായിട്ട് ഈ സാധനം പോകും. നമുക്കൊരു കാര്യം കുറച്ച് സ്റ്റോൺ മലയും പണിക്കിറങ്ങാനൊന്നുമില്ല. അപ്പത്തേക്ക് വന്നു രാത്രി. എന്ത് ചെയ്യും? ഇനി വില്ലേജസ് ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലാമാണ്. നല്ല ഓടിപ്പൊക്കെ പൂച്ചകൾ കുറേയുണ്ട്. മിക്കവാറും പൂച്ചനെ ഞാൻ പത്തിക്കൊല്ലും. പിങ്ക് ഷീപ്പ് സ്പോണാവുന്ന റെയറല്ല. ഇത് ഗ്രേ ആണ്. സോറി. ഞാനിപ്പോൾ ഈ വില്ലേജർ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാനപ്പം അങ്ങ് ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ അവരെനക്ക് റേറ്റ് എല്ലാം കൂട്ടിത്തന്ന പ്രശ്നം ഇപ്പം ഞാൻ കടന്നു. നമ്മളിന്ന് ഫുള്ള് സ്റ്റോൺ ടൂൾസായിട്ട് വീട്ടിൽ നിർത്താം.
എനിക്കത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഈ ഒരു സീരീസിൽ ചെയ്യാൻ അത്ര താല്പര്യമില്ല. സ്ക്രീൻ ടൈം കുറക്കുക, നല്ലതാണത്. ഇവിടെ കുറച്ച് ഇതുണ്ടല്ലോ, ഇവിടെ പാത്ത് പോലെ ആക്കി ആരാമോ ഈ പുണ്യപ്രവൃത്തി ചെയ്തത്. ഓക്കെ, അവിടെ കുറച്ച് സ്റ്റോണുണ്ട്. സ്റ്റോൺനെസ് കൊണ്ട് സ്പിയർ ആക്കാൻ കഴിയുന്നോ? അത് നല്ലൊരു കാര്യമാണല്ലോ. വൈകാതെ തന്നെ കഴിയെങ്കിൽ അടുത്ത എപ്പിസോഡിലാവും അറിയില്ല. എന്നാൽ നമുക്ക് 3-ാമത്തെ എപ്പിസോഡിലെങ്കിലും അയൺ ആർമറും ടൂൾസും ആവുമെന്ന് നോക്കണം. അതിനായിട്ട് ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തോളാം. അയൺ ആർമറും ടൂൾസാണ് നിങ്ങളെ കാണിക്കുക. നല്ല കേവും അതും അയൺ ബേസും എല്ലാം ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുന്നതാണ്. വൈകാതെ നമുക്ക് ഒരു മോപ്പ് ഫാർമെല്ലാം ഉണ്ടാക്കണം, എന്നാലേ അതിൽ നിന്ന് കുറേ ലൂട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കിതൊരു സ്റ്റാക്ക് കളക്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാം. ഞാനിതൊരു സ്റ്റാക്ക് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ പിക്കാക്സ് ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും. വൺ മോർ ബ്ലോക്ക് ഐ തിങ്ക്. ഇതും കൂടി ഒട്ടിക്കാൻ കഴിയും. പിക്കാക്സ് പൊട്ടി. നിങ്ങളോട് ആരാ ഇപ്പം വരാൻ പറഞ്ഞത്? ഞാൻ ഫുള്ള് ഒരു സ്റ്റാക്ക് മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. സ്പെയർ പിക്കാക്സ്. അപ്പോൾ ഒരു സ്റ്റാക്ക്. അങ്ങനെ ഞാൻ ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അത്ര വലിയ പണിയൊന്നുമല്ല. അത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തില്ലേ. ഈശ്വര, എൻ്റെ വീടിന് ഞാൻ അവിടെ പോയി തപ്പും. ദൈവമേ, അതൊരു പണിയായല്ലോ. കാര്യമായിട്ടും പറഞ്ഞാൽ ഞാൻ ആ സാധനം മറന്നു കേട്ടാ. ഓക്കെ, ഹങ്കർ ലെവൽ കുറഞ്ഞു. മുട്ടായി ഓടിക്കോ. ഇതല്ലേ ഞാൻ മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞ ഹേവേലി. ഇതാണ് എൻ്റെ വീട്. നോക്കട്ടെ, എൻ്റെ വീടല്ല, സത്യം പറഞ്ഞാൽ റീസെറ്റ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് പ്ലാങ്ക് മറ്റേ പ്ലാങ്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറച്ച് സ്റ്റിക്ക് അങ്ങനെ ഉണ്ടാക്കി ഇതന്നെ ധാരാളം. ഒരു സ്റ്റിക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫുൾ സ്റ്റോണിനെ കൊണ്ടുള്ള ടൂൾസും ആർമർ ഉണ്ടാവില്ല. ആർമറില്ലല്ലേ. ഷീൽഡ് ഉണ്ടാക്കാൻ ഒരേനെ കൊണ്ട് നമുക്കൊരു ഷീൽഡ്. Where is my shield? ഇവിടെ ഇതല്ലേ. അടുത്ത എപ്പിസോഡിൽ ഞാൻ എൻ്റെ ഇൻവെൻ്ററിൻ്റെ സൈസൊന്നും ഇല്ല കേട്ടോ, കാണാൻ ഭയങ്കര ബോറ്. എൻ്റെ ഷീൽഡ് ഞാൻ എൻ്റെ ഓപ്പണിൽ പിടിച്ചിരിക്കാം. സോഡ് ഉണ്ടാക്കിയില്ല. ഒരു സ്റ്റോണിൻ്റെ സോഡ് ഉണ്ടാക്കി, ഒരു പിക്കാക്സും കൂടി. സ്പിയർ പറഞ്ഞ സാധനമല്ല, അതും കൂടി ഉണ്ടാക്കിയേക്കാം. പിക്കാക്സ് ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, ഒരു സ്പെയർ പിക്കാക്സ് ഉണ്ടാക്കി ഇതിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, നമുക്കൊരു ചെസ്റ്റ് കൂടി ഉണ്ടാക്കാം. കാരണം വെച്ചാൽ ആ ചെസ്റ്റ് ഫുള്ളായി. ഓക്കെ, ചെസ്റ്റ് ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡബിൾ ചെസ്റ്റ് ആക്കി വെക്കാം. ഫസ്റ്റത്തെ ഹാർട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡബിൾ ചെസ്റ്റ് ഇവിടെ കൊള്ളി. ഇനി നമുക്ക് നമ്മളെ ഓരോരോ ഐറ്റംസ് വാല്യുബിൾ ആയിട്ട് നടക്കൊന്നുമില്ല. വാല്യുബിൾ ആയിട്ട് എനിക്ക് ഇപ്പോൾ ക്യാരറ്റും സ്റ്റോൺ
ഇനി നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം വേണം. ഫുഡൊന്നും ഇതുവരെ ഇല്ല. ഓക്കെ, പുതിയ അച്ചീവ്മെൻറ്റ് പൊട്ടിച്ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഫാർമസ് നമ്മൾ കെയറിലിരിക്കും. ഇതിലാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മതി കേട്ടോ. പോയി പഠിക്കടാ, പരീക്ഷയിലടാ.